ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ തന്റെ രാത്രി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ പോയി തക്ബീർ കെട്ടി നമസ്കരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാണ് ഫഫ്തഹൽ ബഖറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബഖറ പാരായണം ചെയ്തു തുടങ്ങി. അൽ ബഖറ സുദീർഘമായി പാരായണം ചെയ്തു. അത് മുഴുവൻ കഴിയാറായപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു വിചാരിച്ചു അൽ ബഖറ കഴിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോകും. സുമ്മ ഫഫ്തഹൽ നിസാ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൻ നിസാ അവസാനിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് കഴിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോകുമെന്ന്. സുമ്മ ഫഫ്തഹ ആല ഇംറാൻ. അത് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലു ഇംറാൻ പാരായണം ചെയ്തു. ഈ 3 വലിയ സൂറത്തുകൾ ഏകദേശം 5.5 ജുസ് ഒരു റക്അത്തിൽ. സാധാരണ പ്രാദേശികമായി നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിലൊന്നും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന തന്റെ രാത്രി നമസ്കാരങ്ങളിൽ, ആ മറ്റാളുകൾക്ക് പ്രായമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും ഒന്നും ഉണ്ടാവില്ലല്ലോ, തന്റെ സ്വയം നമസ്കാരങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റക്അത്തിൽ പാരായണം ചെയ്ത ദൈർഘ്യമാണ് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 5.5 ജുസ് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഷ്ടപ്പെട്ട് എടങ്ങേറായി ഇത് തീർക്കണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്നത്. മറിച്ച് ആ ആയത്തുകളുടെ എല്ലാം അർത്ഥങ്ങളിൽ മുഴുകി അതിനോടൊപ്പം ഒഴുകി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയാണ്. അങ്ങനെ സുദീർഘമായി ഒരാൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുന്നത് വരെ എടങ്ങേറായി ബുദ്ധിമുട്ടി നമസ്കരിച്ചതല്ല. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നിന്നു നമസ്കരിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വരുമാറ്